ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു പോയിന്റ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ ബാങ്കിലേക്ക് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് നമുക്ക് ബാങ്കിൽ എന്തുണ്ടാവും വരും അല്ലേ. നമ്മൾ ബാങ്കിൽ എന്താ ചെയ്യുക? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യും. ഈ ലോണിനും ഡെപ്പോസിറ്റ് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ, പലിശ കൊടുക്കണം. സോ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? പേര് പോലെ തന്നെ സിമ്പിൾ ആണ് എന്ത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബാങ്കിലേക്ക് പോയിട്ട് നമ്മളവിടെ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോൺ എടുക്കുന്ന അമൗണ്ടിന് നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൾ എന്ന് പറയും അല്ലേ. അതായത് ഞാനിപ്പോൾ ബാങ്കിൽ പോയിട്ട് ഒരു 100 രൂപ എക്സാമ്പിൾ ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്ത് പറയും? നിങ്ങൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്ര കാലത്തേക്ക് അടയ്ക്കണം എന്ന് പറയും അല്ലേ. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ. ബാങ്ക് എന്ത് പറയും? ഒരു 10% പലിശ. 10% പലിശ പെർ ആനും ആണ്. എന്താണ്? പെർ ആനും. 10% പെർ ആനും. ഒരു കൊല്ലത്തേക്ക് 10% എന്ത് കൊടുക്കണം? പലിശ കൊടുക്കണം. ഞാൻ പറയും എനിക്കത് അത്ര കാലത്തേക്ക് വേണം? 3 വർഷത്തേക്ക്. സോ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3. അതായത് 100 രൂപ പ്രിൻസിപ്പൾ 10% ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? കടമെടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നു. അപ്പൊ ഞാൻ മൊത്തം 3 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? എങ്ങനെ കണ്ടുപിടിക്കണം? പ്രിൻസിപ്പളിന്റെ കൂടെ ഞാൻ എത്ര രൂപ പലിശ കൊടുക്കണം എന്ന് കൂട്ടിയാലല്ലേ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ട് ആവുക. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? പലിശ കൊടുക്കുക. ഇവിടെ പലിശ എത്രയാണ്? 10% അല്ലേ. റേറ്റ് 10%. എത്ര വർഷത്തേക്കാണ്? 3 വർഷം. ആദ്യത്തെ ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ. ആദ്യത്തെ വർഷം പ്രിൻസിപ്പളിന്റെ 10%. എത്രയാണ്? പ്രിൻസിപ്പൾ 100 രൂപയാണെങ്കിൽ അതിന്റെ 10% എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ. നമ്മൾ പെർസെന്റേജിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക? ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഇയറിൽ എത്ര രൂപ കിട്ടും? 10 രൂപ പലിശ കൊടുക്കണം. സെക്കൻഡ് ഇയറിലോ? സെക്കൻഡ് ഇയറിലും സെയിം തന്നെയാണ്. പ്രിൻസിപ്പളിന്റെ 10% എത്രയാണ്? 10 രൂപ. തേർഡ് ഇയറിലും പ്രിൻസിപ്പളിന്റെ 10% എത്രയാണ്? 10 രൂപ. അതായത് ടോട്ടൽ 3 വർഷം കഴിയുമ്പോൾ ഞാൻ എത്ര രൂപ പലിശ കൊടുക്കണം? 10 + 10 എനിക്ക് 30 രൂപ ഞാൻ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കൊടുക്കണം. അപ്പോൾ ഞാൻ തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ്? തിരിച്ചടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പലിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? ഇൻട്രസ്റ്റ് കൂട്ടണം. ഞാൻ ലോൺ എടുത്ത എമൗണ്ട് എത്രയാണ്? 100 രൂപ അല്ലെ. ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് 3 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് 30 + 30 ചെയ്യുമ്പോൾ എൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും? 130 രൂപയായിട്ട് കിട്ടും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് SI = SI which is equal to P × N × R / 100 ആണ്. ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയർ. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ. നേരത്തെ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇവിടെ നോക്കാം, നേരത്തെ അതേ പ്രോബ്ലം. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. പ്രിൻസിപ്പൽ എത്രയായിരുന്നു? 100 രൂപ. നമ്പർ ഓഫ് ഇയർ എത്രയായിരുന്നു? 3. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 10 / 100 ചെയ്താൽ പോലെ 100 ക്യാൻസൽ ആയിട്ട് പോകും. 3 × 10 30. എനിക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. സോ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രിൻസിപ്പൽ പ്ലസ് SI ആയിരുന്നു. which is equal to 100 + 30. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടും. ഇനി ഇത് ഇങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? 2 രീതിയിലാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക. ഒന്ന് പെർസെൻറ്റേജിലും, 2 റേഷ്യോ മെത്തേഡിലും. ഏതാണെങ്കിലും നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും വൺസ് നമുക്ക് ഇതിന്റെ ഐഡിയ അറിയാമെങ്കിൽ. ഇപ്പൊ നോക്ക്, പെർസെൻറ്റേജിലാണെങ്കിലോ നമുക്ക് പ്രിൻസിപ്പൽ 100 ആയിരുന്നു, നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആയിരുന്നു, റേറ്റ് 10 ആയിരുന്നു അല്ലേ. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ആദ്യം P × നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P NR/100 ആണ്. അതായത് ഇവിടെ N-നെയും R-നെയും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 30%. അങ്ങനെയാണെങ്കിൽ 100ന്റെ 30% എത്രയാണ് കണ്ടുപിടിച്ചാൽ പോരെ? 30. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട് എന്ന് പറയുന്നത് 130 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് റേഷ്യോയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. റേഷ്യോ എങ്ങനെ നമുക്ക് റേഷ്യോയിൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന N × R അല്ലെ, നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടും? 3 × 10 30%.
30% എന്ന് പറയുന്നതിന്റെ ഈക്വൽ പെർസെന്റേജ് ഫ്രാക്ഷൻ എന്താണ്? നമ്മൾ പെർസെന്റേജിന്റെ ഫ്രാക്ഷൻ ടേബിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അപ്ലിക്കേഷൻ എല്ലാ ടോപ്പിക്കിലും വരുമെന്ന്. അപ്പൊ ഇവിടെ നോക്ക്, 30% ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3/10. 3/10 ആണ്. ഡിനോമിനേറ്ററിലുള്ള വാല്യൂ പ്രിൻസിപ്പിൾ ആയിരിക്കും. ഡിനോമിനേറ്ററുള്ള വാല്യൂ എന്തായിരിക്കും? പ്രിൻസിപ്പിൾ ആയിരിക്കും. മുകളിലുള്ള വാല്യൂ ഇൻട്രസ്റ്റ് ആയിരിക്കും. കോമ്പൗണ്ട് ആയിക്കോട്ടെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഡിനോമിനേറ്ററിന്റെ പ്രിൻസിപ്പിളും ന്യൂമറേറ്ററിനെ ഇൻട്രസ്റ്റും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്കിവിടെ പറയാലോ, പ്രിൻസിപ്പിൾ 10 യൂണിറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് അല്ലേ? 10ഉം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 3 ആഡ് ചെയ്യുമ്പോൾ 13 യൂണിറ്റ് അല്ലേ ആര്? എമൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് പറയാലോ. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് അല്ലെ, ഇവിടെ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ടുള്ള ഈ 3 യൂണിറ്റ് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. റൈറ്റ്. അപ്പൊ എനിക്ക് പറയാം, ക്വസ്റ്റ്യനിൽ എന്ത് തന്നു? പ്രിൻസിപ്പിൾ തന്നു. പ്രിൻസിപ്പിൾ 10 യൂണിറ്റ് ആണെങ്കിൽ ഈ 10 യൂണിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? 100ന് ഈക്വൽ ആയിരിക്കും. കാരണം പ്രിൻസിപ്പിൾ 100 ആണ്. അപ്പൊ എനിക്ക് ഒരു യൂണിറ്റിന്റെ വില കണ്ടുപിടിച്ചൂടെ? ഇവിടുത്തെ ഒരു സീറോയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ഇവിടെ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. എമൗണ്ട് ആണ് ചോദ്യമെങ്കിൽ 13 യൂണിറ്റ്, 13 × 10 130. ഇൻട്രസ്റ്റ് ആണ് ചോദ്യമെങ്കിൽ 3 × 1 യൂണിറ്റ് 10, 3 × 10 30. സോ ഇനി നമുക്ക് എമൗണ്ട് ആണ് തന്നതെങ്കിലോ 13 യൂണിറ്റ് ആയിരിക്കും തന്നിരിക്കുന്ന എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. സോ ഈ രണ്ട് രീതിയിലുമാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് ₹800 on 5% per annum for 3 years? സോ ഇവിടെ പ്രിൻസിപ്പിൾ എത്രയാണ്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 800 ആണ്. ഇൻട്രസ്റ്റ് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലെ? നമുക്ക് പെർസെന്റേജിൽ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് SI? SI എത്ര എന്നുള്ളതാണ് ചോദ്യം അല്ലെ? SI എത്ര എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? SI കാണാനുള്ള ഇക്വേഷൻ P/100 ആണ്. നമ്മൾ എന്ത് ചെയ്യും? 6 × n ചെയ്യും. 6 × n എന്ന് പറയുമ്പോൾ 5 × 3 എത്ര കിട്ടും? 15% കിട്ടും. സോ 15% ആയിരിക്കില്ലേ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ ഇൻട്രസ്റ്റ് 3 × 5 15%. എന്തിന്റെ 15%? ഇൻട്രസ്റ്റ് നമ്മൾ എന്തിന്റെ മേലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രിൻസിപ്പിളിന്റെ മുകളിൽ നിന്ന്. പ്രിൻസിപ്പിൾ എത്രയാണ്? 800 രൂപ. 800ന്റെ 15% കാണണം. 800ന്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എത്രയാണ്? റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് ഇട്ടു, 80. 5% എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 10%ത്തിന്റെ പകുതി. 10% എന്ന് പറഞ്ഞാൽ 80. 80ന്റെ പകുതി 40. അങ്ങനെയാണെങ്കിൽ 15% എന്ന് പറയുന്നത് 80 + 40 എന്ത് കിട്ടും? 120. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഒന്നും എഴുതാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ റീഡ് ചെയ്തുകൊണ്ട്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 15% കണ്ടുപിടിക്കണമാരെ പ്രിൻസിപ്പിളിന്റെ 800 × 15/100. 0 കട്ട് ചെയ്ത് പോകും. 8 × 15 എത്രയാണ്? 80ഉം 40ഉം 120. ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് D120 എന്ന ആൻസർ കിട്ടും. അല്ലെങ്കിലോ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? റേഷ്യോയിൽ പറഞ്ഞു അല്ലെ? 3 × 5 15% എന്ന് പറഞ്ഞു. 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15/100 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 15 100 കട്ട് ചെയ്യുമ്പോൾ 3/20 എന്നാവും അല്ലെ? 3/20. ഞാൻ എന്ത് പറഞ്ഞു? 3/20 കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള ഡിനോമിനേറ്റർ എന്താണ്? പ്രിൻസിപ്പിൾ ആണ്. മുകളിലുള്ളത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ തന്നിട്ടില്ല എത്രയാണ്? 80. പ്രിൻസിപ്പിൾ 80 ആണെങ്കിൽ ഈ 20 യൂണിറ്റ് അല്ലെ? ഇത് 20 യൂണിറ്റ്, ഇത് 3 യൂണിറ്റ് ആണ്. ഈ 20 യൂണിറ്റ് എന്തിന് ഈക്വൽ ആണ്? 800ന് ഈക്വൽ ആണ്. സോ ഞാൻ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 യൂണിറ്റ് ആണ് 80. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 80/2 വിച്ച് ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. 1 യൂണിറ്റിന്റെ വില 40 ആണെങ്കിൽ ചോദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 യൂണിറ്റ്. 3 × 40 എന്ത് കിട്ടും? 120 എന്ന് തന്നെ കിട്ടില്ലേ? സോ ഏത് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രവി ലെൻഡ് ഔട്ട് എ certain sum. He lent 1/3 part of sum at 7% simple interest, 1/4 part at 8% simple interest, and remaining part at 10% simple interest. If ₹510 is his annual total interest, then find the money lent out എന്നുള്ളതല്ലേ ചോദ്യം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ എമൗണ്ട് വാങ്ങി, അതിൽ 1/3 എന്ത് ചെയ്തു? 7% സിമ്പിൾ ഇൻട്രസ്റ്റിന്. അതായത് 1/3 എന്തിന് ലെൻഡ് ചെയ്തു? 7% ഇൻട്രസ്റ്റിന് ലെൻഡ് ചെയ്തു, 7%. റൈറ്റ്. പിന്നെയോ 1/4 പാർട്ട് അത് എന്തിൽ ലെൻഡ് ചെയ്തു? 8% ലെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. 8% ലെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ. ആൻഡ് റിമൈനിങ് പാർട്ട് എനിക്കറിയോ
എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ റേറ്റ് പറഞ്ഞു എത്രയാണ്, 10% ലെൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആനുവൽ ഇൻട്രസ്റ്റ് എത്രയാണ്, 510 രൂപയാണെന്ന് പറഞ്ഞു. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 510 രൂപ ഇവന് കിട്ടി. ഓക്കെ, ദെൻ ഫൈൻഡ് ദ മണി ലെൻഡ് ഔട്ട്. എത്ര രൂപയാണ് ഇവൻ ലെൻഡ് ചെയ്തത് എന്നുള്ളതല്ല ചോദ്യം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് പ്രിൻസിപ്പിൾ അറിയോ? പ്രിൻസിപ്പിൾ അറിയില്ല. സോ നമുക്ക് ആദ്യം പ്രിൻസിപ്പിൾ അറിയണം അല്ലേ, പ്രിൻസിപ്പിൾ ആണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്ക്, 3 × 4 12 ആണല്ലേ LCM. ഇവിടെ 3ഉം 4ഉം ചെയ്യുമ്പോൾ ഇതിന്റെ LCM, 4ന്റെയും 3ന്റെയും LCM എന്ന് പറഞ്ഞാൽ 12 അല്ലേ. സോ അടുത്തടുത്ത നമ്പർ ആണെങ്കിൽ LCM അതിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. 3 × 4 12. 12 ഞാൻ ടോട്ടൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം പെർസെന്റേജ് അല്ലേ. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 7/100, 8/100, 10/100 വരണം. സോ ഇതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ 2 0 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1200 യൂണിറ്റ് ആണ് എന്റെ ടോട്ടൽ പ്രിൻസിപ്പിൾ എന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. എങ്ങനെയാണ് അസ്യൂം ചെയ്തത്? ഡിനോമിനേറ്ററിന്റെ LCM കണ്ടു, പെർസെന്റേജ് ആയതുകൊണ്ട് 2 0 ഇട്ടു. 1200 യൂണിറ്റ് ആണ് എന്ത്, എന്റെ ടോട്ടൽ പ്രിൻസിപ്പിൾ. അങ്ങനെയാണെങ്കിൽ പറ, ഇതിന്റെ 1200 യൂണിറ്റിന്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 × 1/3 അഥവാ 1200/3, 12ൽ 3 4 തവണ എനിക്ക് എന്ത് കിട്ടും, 400 യൂണിറ്റ് എന്ന് കിട്ടും അല്ലേ. 1/4 ഓഫ് 1200 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1200 × 1/4 അഥവാ 1200/4 എനിക്ക് എന്ത് കിട്ടും, 300 യൂണിറ്റ് കിട്ടും. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയായി, 400 300 700 യൂണിറ്റ്. ബാക്കിയുള്ള 1200ൽ ബാക്കിയുള്ള 1200 മൈനസ് 700 ചെയ്താൽ ബാക്കിയുള്ളതല്ലേ റിമൈനിങ് എത്ര കിട്ടും, 500 യൂണിറ്റ് അല്ലെ. 500 യൂണിറ്റ് ടോട്ടൽ ആഡ് ചെയ്താൽ 1200 യൂണിറ്റ് ആയില്ലേ. ഓക്കെ, സോ ഇനി പറഞ്ഞൂടെ, 400 യൂണിറ്റിന് 7% എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടും അല്ലെ. 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/100 ആണ്. 0 0 കട്ട് ചെയ്ത് പോകും. 4 × 7 28 യൂണിറ്റ്. 300ന്റെ 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 8 24 യൂണിറ്റ്. 500ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 യൂണിറ്റ്. റൈറ്റ്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര യൂണിറ്റ് ആയി? ഇതെന്താണ്, ഇൻട്രസ്റ്റ് കിട്ടിയതല്ലേ അല്ലെ. ഇൻട്രസ്റ്റ് 7%, 8%, 10% ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? 20 20 40 50 90 94 8 102 യൂണിറ്റ് അല്ലെ. ടോട്ടൽ ഇത് ആഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 102 യൂണിറ്റ് ആണ് എനിക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലേ ഈ 510 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ, 102 യൂണിറ്റ് എന്തിന് ഈക്വൽ ആണ്? 510 ഈക്വൽ ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 510/102. റൈറ്റ്. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഒരു യൂണിറ്റ് അല്ലെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു യൂണിറ്റിന്റെ വിലയാണ്. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1200 യൂണിറ്റ് അല്ലേ. പ്രിൻസിപ്പിൾ അല്ലേ. പ്രിൻസിപ്പിൾ ഞാൻ എടുത്ത് 1200 യൂണിറ്റ് ആയിട്ടല്ലേ. ഇൻറ്റു എന്ത് ചെയ്യണം? 1200 യൂണിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടും? 102നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 × 100 500 ആണ്. 2 × 5 10 ആണ്. ഇവിടുന്ന് എനിക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും അല്ലെ. 5 × 12 60 ആണ്. 60യും 2 0 ഇറക്കി എഴുതുമ്പോൾ ആൻസർ എനിക്ക് എത്ര കിട്ടും? 6000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ 1 2 തേർഡ് ഓപ്ഷൻ അല്ലെ, 6000 എന്ന് വരും ആൻസർ ആയി. റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ടേക്സ് ടു എമൗണ്ട് ഓഫ് ₹600 ടു yield ₹120 ആസ് ഇൻട്രസ്റ്റ് at 10% per annum on simple interest? ഓക്കെ, ഇത് നമുക്ക് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ പറയാം. എങ്ങനെയാണ്? 600 ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ, 120 ആണ് ഇൻട്രസ്റ്റ് അല്ലെ. അപ്പൊ 600ന്റെ 10% എന്ന് പറഞ്ഞാൽ 60 ആണ്. 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%. ഈ 20% എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് 10% അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P × N × R / 100 N × R ചെയ്യണം. അതായത് ഈ N × R ആണ് എന്തെന്ന് പറയുന്നത്? 20% എന്ന് പറയുന്നത്. ഈ 20% ഇൻട്രസ്റ്റ് തന്ന എത്രയാണ്? 10%. അങ്ങനെയാണെങ്കിൽ നമുക്ക് N കണ്ടുപിടിച്ചൂടെ? 20/10 എനിക്ക് എന്ത് കിട്ടും? 2. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ സി ഉണ്ട് അല്ലെ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 600 രൂപ അല്ലെ. പ്രിൻസിപ്പിൾ 600 രൂപ എന്തായി എന്നാ പറയുന്നത്? ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ. എത്രയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? 120 rupees ആണ് അല്ലെ. സോ ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് അല്ല, തുക. റൈറ്റ്. 120% ആസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് തന്നു എത്രയാണ്? റേറ്റ് തന്നു 10%. റൈറ്റ്. 600 രൂപ 120 രൂപ ഇൻട്രസ്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞൂടെ, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പിൾ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചൂടെ അല്ലെ. ഇവിടെ 10% 60 ആണ്. 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%
പ്രിൻസിപ്പളിന്റെ 20% ആര് 120 എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം P ഇൻറ്റു എൻ ആർ ആണ്. ഈ N ഇൻറ്റു ആർ ചെയ്യുന്നതല്ലേ ഈ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. സോ N ഇൻറ്റു ആർ എന്ന് പറയുന്ന ഈ 20% ആണ് N ഇൻറ്റു ആർ എന്ന് പറയുന്നത്. ആർ എനിക്ക് തന്നു. സോ 20 ഡിവൈഡഡ് ബൈ N ഇൻറ്റു ആർ 10 ആണ്. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ N എന്ന് പറയുന്നത് എന്തായിരിക്കും 20 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇയർ. നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആയിരിക്കും. റൈറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. At what rate percentage of simple interest will a sum of money double itself in 10 years? At what rate percentage of simple interest a sum of money double itself in 10 years? അതായത് ഇവിടെ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ടോ? ഇല്ല. പ്രിൻസിപ്പിൾ തരാത്തോണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. എങ്ങനെ അസ്യൂം ചെയ്യും? ഞാൻ അസ്യൂം ചെയ്യാണ് എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 100 ആണല്ലോ. ക്വസ്റ്റ്യൻ എന്ത് പറയുന്നു? എ സം ഓഫ് മണി ഡബിൾ ഇറ്റ് സെൽഫ്. അതായത് പ്രിൻസിപ്പിൾ 100 ആണെങ്കിൽ സം ഓഫ് മണി പ്രിൻസിപ്പൽ ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് അല്ലേ. കാരണം പ്രിൻസിപ്പളിലേക്ക് വരുന്ന എമൗണ്ട് കൂടാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എന്ത് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ 100 രൂപ ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവണം? 200 ആയിട്ട് മാറണം. ഈ 200 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡിഫറൻസ് എത്രയാണ്? 100 അല്ലേ. ഈ 100 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇൻട്രസ്റ്റ് അല്ലേ. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണെന്ത് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 100 രൂപ കൂടി പ്രിൻസിപ്പളിനെക്കാട്ടും ആ 100 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. ഈ 100 രൂപ വരാനുള്ള കാരണം എത്ര വർഷം കൊണ്ടാണ്? 10 വർഷം കൊണ്ടാണ്. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഇൻറ്റു ആർ അല്ലേ. N ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ് 100. ഈ 100 രൂപ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് ആണ്. പക്ഷെ എന്ത് തന്നു? നമ്പർ ഓഫ് ഇയേഴ്സ് തന്നു. നമ്പർ ഓഫ് ഇയേഴ്സ് 10 വർഷം കൊണ്ട് എത്ര റേറ്റിലാണ് ഇട്ടതെന്നല്ല കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് എനിക്ക് പറയാലോ 6 എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 10% പെർ ആനുവം ആയിരിക്കും. സോ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ 10%. അടുത്തതും സെയിം കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ്. നിങ്ങളൊന്ന് വീഡിയോ പൗസ് ആക്കിയിട്ട് നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം വീഡിയോ കാണാം. ദ ഫിഫ്ത്ത് വൺ, ദ റേറ്റ് അറ്റ് വിച്ച് ദ സം ബിക്കം 3 times itself in 10 years at SI will be. സോ റേറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. എന്തായിരുന്നു? പ്രിൻസിപ്പളിനെ നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യും. അത് 3 times ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് എന്തായിട്ട് മാറി? 300 ആയിട്ട് മാറി അല്ലേ. സോ 100 നിന്ന് 300 ആവാനുള്ള ഈ ചേഞ്ച് എത്ര രൂപയാണ് ഇവിടെ ഉള്ളത്? 200 ആണ്. ഈ 200 എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. സോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? N ഇൻറ്റു ആർ അല്ലേ. സോ N ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? N ഇൻറ്റു ആർ നമുക്ക് എന്താ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? 10 years N തന്നു അല്ലേ. N 10 ആണെങ്കിൽ R കണ്ടുപിടിക്കണം. 200. R എന്ന് പറയുന്നത് എന്തായിരിക്കും? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഡിവൈഡ് ബൈ 10 എനിക്ക് എന്ത് കിട്ടും? 20% എന്ന് കിട്ടും. ഓപ്ഷനിൽ ഏത് വരും? ഫിഫ്ത്ത് വൺ. എ സം ഓഫ് മണി 3 times in 10 years in SI. ഓക്കെ. 3 times 10 years in SI. Then how many years it will 5 times എന്നുള്ളതല്ലേ ചോദ്യം. ഓക്കെ. എ സം ഓഫ് മണി എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ 100 രൂപയാണ്. അത് എമൗണ്ട് എത്രയായി? 100 എന്നുള്ളത് 300 ആയിട്ട് മാറി. എത്ര വർഷം കൊണ്ട്? ഇത് എത്ര വർഷം കൊണ്ടാണ് ആയത്? 10 വർഷം കൊണ്ടാണ് 100 300 ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ. ചോദ്യം എന്താണ്? ഹൗ മെനി ടൈംസ് ഇറ്റ് വിൽ ബി 5 times. സോ പ്രിൻസിപ്പൽ 100 ആണ്. ഇത് 5 times ആവുക എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറണം? 500 ആയിട്ട് മാറണ്ടേ അല്ലേ. 500 ആയിട്ട് മാറണം. 100 നിന്ന് 300ലേക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി? പ്രിൻസിപ്പൽ 100 ആണെങ്കിൽ ഇത് എമൗണ്ട് 300 ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 300 മൈനസ് 100 200 അല്ലേ. 200 ആണ് ഇവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്? ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. റൈറ്റ്. 200 ആണ് ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഥവാ ആയി. ഇവിടെ നോക്കുമ്പോഴോ 300 500 ആവാൻ എത്ര ഇൻട്രസ്റ്റ് വേണം? അല്ലെങ്കിൽ 100 500 ആവാൻ 400 ഇൻട്രസ്റ്റ് വേണം. അപ്പൊ ഇവിടെ എനിക്ക് 200 ഇൻട്രസ്റ്റ് ഉണ്ട്. 300 500 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ഇൻട്രസ്റ്റ് എത്രയാണ്? 200 തന്നെയല്ലേ. 200 ഇൻട്രസ്റ്റ് വന്നാലല്ലേ 305 ആവുക. അതായത് ഇവിടെയും ഡിഫറൻസ് 200 ആണ്. സോ 200 ഇൻട്രസ്റ്റ് വരാൻ 10 വർഷം. 200 ഇവിടെ ഇൻട്രസ്റ്റ് വരാൻ ഇനി ഇവിടേക്ക് എത്ര വർഷം വേണ്ടി വരും? 10 വർഷം തന്നെ വേണ്ടേ. സോ 100 എന്ന് പറയുന്ന ഒരു തുക 500 അല്ലെങ്കിൽ 5 times ആയി മാറാൻ എത്ര വർഷം എടുക്കും? ഇവിടെ 10 വർഷം, ഇവിടെ 10 വർഷം, ടോട്ടൽ എത്ര വർഷം എടുക്കും? 20 years. ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷൻ ഏത് വരും? ആൻസർ 20 അല്ലെ. ഓപ്ഷൻ സി വരും. A sum of money becomes 21/20 of itself in 3 months at certain rate of a simple interest per annum. What is the rate of interest per annum എന്നുള്ളതല്ല ചോദ്യം. A sum of money become 21/20.
21/20 എന്ന് പറഞ്ഞാൽ എന്താണ്? എ സം ഓഫ് മണി. 20 എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ 21 മാറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഇത് എന്താണ്? എമൗണ്ട് ആണ്. അപ്പൊ 20 21 ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് എത്ര വന്നു? 1 അല്ലേ? അല്ലെ, ഇവിടുത്തെ ചേഞ്ച് എത്രയാണ്? 1 യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ 1 ആണ്. ഈ 1 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിന്റെ മുകളിലാണ് കിട്ടുക? ഇൻട്രസ്റ്റ് നമുക്ക് പ്രിൻസിപ്പിളിന്റെ മുകളിലാണ് കിട്ടുക. അതായത് 1/20 അല്ലേ? 1/20 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 1/20 ഫ്രാക്ഷൻ ആക്കാൻ ഇൻറ്റു എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 × 1 എനിക്ക് എന്ത് കിട്ടും? 5% എന്ന് കിട്ടും അല്ലേ? 5% എന്ന് കിട്ടും. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താ ക്വസ്റ്റ്യനില്? A sum of money become 21/20 itself in 3 months at certain rate of interest. 3 മാസം കൊണ്ടാണ് 20 21 ആയത്. അപ്പൊ ഈ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈം കൊണ്ടാണ്? 3 മന്ത് കൊണ്ടല്ലേ നമുക്ക് ഈ 5% കിട്ടിയിട്ടുള്ളത്. പെർസെൻറ്റേജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് കാണണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇയറിന്റെ 1/4 ആ. അപ്പൊ നമുക്ക് 12 മന്ത് കാണാൻ ഇതിന് എന്ത് ചെയ്യണം? ഇൻറ്റു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 3 × 4 ആണ് 12 മന്ത് അഥവാ 1 ഇയർ അല്ലെ? 1 ഇയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5% നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം എത്രയായിരിക്കും? 20% ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എന്ത് കിട്ടും? ഓപ്ഷൻ ബി 20%. A man invested ₹1,200 at simple interest of 20% per annum and ₹800 at simple interest of 25% per annum. Then find the total amount received by him after 4 years എന്നുള്ളതല്ലേ ചോദ്യം. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പൾ ആദ്യം എത്ര തന്നു? 1200 രൂപ അല്ലേ? 1200 രൂപ. ഇൻട്രസ്റ്റ് എത്രയാണ്? 20% പെർ ആനം ആണ്. രണ്ടാമത്തതോ 800 രൂപ. 800 രൂപ എത്ര ശതമാനം ഇൻട്രസ്റ്റിൽ? 25% പെർ ആനം എന്നുള്ള റേറ്റിൽ. ടോട്ടൽ എത്രയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിരിക്കുന്നത് 4 ഇയർ ആണ് അല്ലേ? 4 ഇയർ, 4 വർഷം കൊണ്ട് ഇത് എത്രയാവും എന്നുള്ളതല്ലേ ചോദ്യം. സോ ആദ്യത്തെ കേസ് ഇത് കേസ് 1, ഇതെന്താണ് കേസ് 2. 2 ഉണ്ട് എന്ന് മാത്രം. 1200 20% 4 വർഷത്തിലിട്ടാൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും? അതായത് NR അല്ലെ? ഇവിടെ R എന്ന് പറഞ്ഞാൽ 20% N എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 വർഷമാണ്. സോ N × R എന്ന് പറയുമ്പോൾ 20 × 4 എനിക്ക് എന്ത് കിട്ടും? 80% എന്ന് കിട്ടും അല്ലെ? 80% ഇൻട്രസ്റ്റ് എനിക്ക് ഒന്നാമത്തെ കേസിൽ കിട്ടും. 1200ന്റെ 80% കാണണം. 10%, അതായത് 80% എനിക്ക് എങ്ങനെ എഴുതാം? പെർസെൻറ്റേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്പേഴ്സിന്റെ പെർസെൻറ്റേജ് ഈസി ആയിട്ട് കാണുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക? അത് കാണുക. 100% നിന്നും എന്ത് ചെയ്താൽ മതി? 20% മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 80% കിട്ടില്ലേ അല്ലെ? വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 10% റൈറ്റ് സൈഡിൽ നിന്ന് 1.2 120. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡബിൾ 120ന്റെ ഇരട്ടി 240 കുറയ്ക്കണം. 200 കുറച്ചാൽ 1000, 40 കുറച്ചാൽ 960. അപ്പൊ ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 960 ആയിരിക്കും. അതായത് 80%. 1200ന്റെ 80% എന്ന് പറഞ്ഞാൽ എന്താണ്? 960 ആണ്. ഓക്കെ, സോ ഇവിടെയോ ഈ കേസിൽ എന്ത് വരും? 800 രൂപ 25% ഇൻട്രസ്റ്റ് 4 വർഷത്തേക്ക് ഇടുമ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര വരും? 25 × 4 ടോട്ടൽ 100% അല്ലെ? 25 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ 100% എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഈ പ്രിൻസിപ്പിൾ 800 രൂപയാണെങ്കിൽ 800ന്റെ 100% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800 തന്നെയല്ലേ? അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് എത്ര കിട്ടും? 800 രൂപ കിട്ടും അല്ലെ? സോ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. എമൗണ്ട് നമുക്കറിയാം. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ആദ്യത്തെ കേസിൽ എന്ത് വരും? 1200 പ്ലസ് 960 എത്ര കിട്ടും? 1200 പ്ലസ് 960 എന്ന് പറയുമ്പോൾ 0 6 11 1 ബാക്കി 1 2 160 എന്ന് കിട്ടും. ഇവിടെ പ്രിൻസിപ്പിൾ പ്ലസ് എമൗണ്ട് എന്ന് പറയുമല്ലോ, പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 800ഉം 800ഉം എന്തായിട്ട് മാറും? 1600 എന്ന് കിട്ടും. സോ ടോട്ടൽ എമൗണ്ട് രണ്ട് കേസിലും കൂടെ എത്ര വരും? 21 16 37 3760 എന്ന് എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വരും അല്ലെ? 3760. Mr. Kapoor took a loan of ₹10,000 on simple interest for 2 years at the rate of 3 PCPA. The total amount that he will pay as interest in 2 years is 3%
ഓഫ് ഹിസ് മന്ത്ലി സാലറി. വാട്ട് ഈസ് ഹിസ് മന്ത്ലി സാലറി? നമുക്കിവിടെ പ്രിൻസിപ്പിൾ എത്രയാണ്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 10,000 അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 3%. നമ്പർ ഓഫ് ഇയർ എത്രയാണ്? 2 ഇയർ. ഇപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 3x2 6%, അല്ലെ? 3x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% ഇൻട്രസ്റ്റ്. 10,000ന്റെ 10% എത്രയാണ്? 1000. 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 100 600 എന്ന് കിട്ടും, അല്ലെ? 600 ആണ് എനിക്ക് ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഇൻട്രസ്റ്റ്, അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ടോട്ടൽ എമൗണ്ട് ദാറ്റ് ഹിൽ പേ ആസ് ഇൻട്രസ്റ്റ്. ടോട്ടൽ എമൗണ്ട് ദാറ്റ് ഹി പേയിങ് ആസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് എന്താണ്? 3% ഓഫ് ഹിസ് മന്ത്ലി സാലറി ആണ്. അപ്പൊ ഈ 600 എന്ന് പറയുന്നത് അവന്റെ മന്ത്ലി സാലറിയുടെ 3%. അപ്പം 1% എന്ന് പറയുന്നത് എന്തായിരിക്കും? 600 / 3 ആയിരിക്കില്ലേ? അപ്പൊ അവന്റെ ടോട്ടൽ സാലറി ഇവിടെ 1% എനിക്ക് അറിയാമെങ്കിൽ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എത്രയായിരിക്കും? പെർസെൻറ്റേജിൽ 100% ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 100 എത്രയാന്ന് കണ്ടാൽ പോരെ? 3 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് 2 കിട്ടില്ലേ? 200 × 100 എന്ത് വരും? 200 2 0 ടോട്ടൽ 20,000 എന്ന് എനിക്ക് കിട്ടും. സോ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ തന്നെ വരും, അല്ലേ? റൈറ്റ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. എല്ലാം എന്താണ്? നമുക്ക് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡ് വെച്ചിട്ട് അത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. വൺസ് നമുക്ക് അതിന്റെ ബേസിക് ആയിട്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ലെറ്റ്സ് സീ യു നെക്സ്റ്റ് വീഡിയോ.